ഒരാൾ അവരുടെ ലൈഫ് ടൈമിലുള്ള സേവിങ്സിൻ്റെ നല്ലൊരു ശതമാനവും സ്പെൻഡ് ചെയ്ത് അവർ ഇൻട്രസ്റ്റ് എടുത്ത് പണിത വീട്ടിൽ നിന്ന് മാറുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എനിക്ക് ഈ സാറ് പറഞ്ഞ ഈ ആശയത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം, ആസ് ആൻ ആർക്കിടെക്ട് എൻ്റെ അടുത്ത് വരുന്ന മിക്ക ക്ലയൻസും നോർമലി വീട് വെക്കാനായിട്ട് വരുന്നവർ ഒരു 45 അല്ലെങ്കിൽ 50 ഏജിൽ താഴെയുള്ള ആളുകളാണ്. അപ്പോൾ അവരുടെ അന്നത്തെ ആ 50 ഏജിലെ അല്ലെങ്കിൽ 45 ഏജിൻ്റെ അവരുടെ മക്കളുടെ ഒക്കെ ആവശ്യങ്ങൾക്കനുസരിച്ചായിരിക്കും അവർ ആ വീട് വെക്കുക. അവരവിടെ വെക്കുന്നു, അവർക്ക് കുട്ടികളാവുന്നു, അവരുടെ ഒരു നല്ല ഒരു കാലഘട്ടം അവരുടെ വീടുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ വീട് എന്ന് പറഞ്ഞാൽ ഒരു ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസാണ്. ആ സ്പേസിൽ തന്നെ അവർക്ക് അവരുടെ ശിഷ്ടകാലം, അതായത് അവരുടെ ഓൾഡ് ഏജ് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആശയം, അത് വളരെയധികം ക്യാച്ചിങ് ആയിട്ട് എനിക്ക് തോന്നി. ആ ഇമോഷണൽ കണക്ട് എന്നുള്ള ഫീല് അതാണ് എനിക്ക് കുറച്ചുകൂടെ സ്ട്രൈക്ക് ചെയ്തത്. ഇത് ഈ പറഞ്ഞ പോയിന്റ് വളരെ റിലവൻ്റ് ആണ്. അതായത് ഒരാൾ അവരുടെ ലൈഫ് ടൈമിലുള്ള സേവിങ്സിൻ്റെ നല്ലൊരു ശതമാനവും സ്പെൻഡ് ചെയ്ത് അവർ ഇൻട്രസ്റ്റ് എടുത്ത് പണിത വീട്ടിൽ നിന്ന് മാറുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവർക്ക് എപ്പോഴും ഒരു അറ്റാച്ച്മെൻറ്റ് ആ സ്വന്തം വീടിനോട് എപ്പോഴും ഉണ്ടാവും. അവർ വർഷങ്ങളോളം ചിലവഴിച്ച സറൗണ്ടിങ്സ്, അതിൻ്റെ മെമ്മറീസ് എല്ലാം നിൽക്കുന്നതാണ് വീടെന്ന് പറയുന്നത്. അപ്പോൾ ആ വീട് മാറാതെ തന്നെ അവിടെ തന്നെ അവർക്ക് ശിഷ്ടകാലം, അവരുടെ ഏജ്ഡ് ആകുമ്പോൾ ഉള്ള റിട്ടയർമെൻറ്റ് ലൈഫ് സ്പെൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ല നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്നൊരു ഗിഫ്റ്റ് അതാണ്. കൂടാതെ നമ്മൾ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് സ്വന്തം വീട്ടിൽ അവരുടെ സറൗണ്ടിങ് ഏരിയാസിൽ ഫെമിലിയർ ആയിട്ടുള്ള സറൗണ്ടിങ്ങും ആയിട്ട് അല്ലെങ്കിൽ അവിടുത്തെ കമ്മ്യൂണിറ്റി ആയിട്ട് ഇൻട്രാക്ട് ചെയ്ത് റിട്ടയർമെൻറ്റ് ലൈഫ് ലീഡ് ചെയ്യുന്നവരുടെ ഇടയ്ക്കാണ് ഡിപ്രഷൻ അല്ലെങ്കിൽ മെമ്മറി ലോസ് പോലുള്ള ഇഷ്യൂസ് മിനിമം അല്ലെങ്കിൽ അതുപോലുള്ള ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് കുറവ് എന്ന് നമ്മൾ കാണുന്നു. അപ്പം അതുകൊണ്ടാണ് ഈ സ്വന്തം വീട്ടിൽ തന്നെ ഇതുപോലുള്ള സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്ത് റിട്ടയർമെൻറ്റ് ഹോമിലേക്ക് മാറാതെ അവിടെ ശിഷ്ടകാലം സ്പെൻഡ് ചെയ്യുന്നതിനുള്ള സൗകര്യം നമ്മൾ ഈ കമ്മ്യൂണിറ്റി ലിവിങ് സർവീസസ് അറ്റ് ഹോം എന്നുള്ള കൺസെപ്റ്റ് കൊണ്ട്, CLS അറ്റ് ഹോം എന്നുള്ള കൺസെപ്റ്റ് കൊണ്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. മെയിനായിട്ട് ഈ ഓൾഡ് ഏജ് ഹോമും നമ്മുടെ ഈ ആശയവും തമ്മിലുള്ള ഒരു വ്യത്യാസം ഒന്ന് പറയാം. കാരണം ഇപ്പോൾ നിലവിൽ ഈ ഓൾഡ് ഏജ് ഹോമുകൾ ഒരുപാട് കയറി വരുന്നുണ്ട്, ഒരുപാട് നമ്പർ വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ആളുകൾ, സാറ് പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ ഏജിങ് അറ്റ് ഹോം എന്നുള്ള കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് എൻ്റെ പ്രസക്തിയെ പറ്റി. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ മിക്ക ആളുകളും ഇതുപോലെ ഓപ്റ്റ് ചെയ്യുന്നുമുണ്ട് ഈ ഓൾഡ് ഏജ് ഹോമുകൾ? അതിൻ്റെ ഒരു സൈക്കോളജിയാണ്. റിട്ടയർമെൻറ്റ് ഹോം അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോം എന്ന് പറയുന്നത് ഇപ്പോഴും നല്ല ഡിമാൻഡുള്ള ഒരു കൺസെപ്റ്റാണ്. കേരളത്തിൽ ഉള്ള റിട്ടയർമെൻറ്റ് ഹോംസിലെല്ലാം ഒക്കുപ്പൻസി ഉണ്ട്. പക്ഷെ അവിടെയുള്ള ചലഞ്ച് ചിലത് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളായിട്ട് അവിടെ റിട്ടയർമെൻറ്റ് ഹോമിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പം അവിടുത്തെ പിയർ ഗ്രൂപ്പ് ഇൻട്രാക്ഷൻ, അയാളുടെ കമ്മ്യൂണിറ്റി ലൈഫ് പ്രോപ്പർ അല്ലെങ്കിൽ, കമ്മ്യൂണിറ്റി ഇൻട്രാക്ഷൻ പ്രോപ്പർ അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ഹാപ്പി ആയിരിക്കില്ല. നമ്മൾ അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ നേരത്തെയുള്ള വീട് വിട്ട് അങ്ങോട്ടേക്ക് പെർമനൻ്റായിട്ട് മാറാൻ പലരും വില്ലിങ്ങാണ്. അപ്പോൾ ചിലർ പ്രിഫർ ചെയ്യുന്ന കുറച്ച് നാൾ റിട്ടയർമെൻറ്റ് ഹോമിൽ നിൽക്കുന്നു, പക്ഷേ സ്വന്തം വീട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇടയ്ക്ക് അവിടെയും ആയിട്ട് മാറി നിൽക്കുന്ന ചിലരുണ്ട്. നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്വന്തം വീട്ടിൽ തന്നെ ഇതിൻ്റെ എല്ലാ സൗകര്യങ്ങളും അറേഞ്ച് ചെയ്ത്, ഒരു റിട്ടയർമെൻറ്റ് ഹോമിൽ കിട്ടാവുന്ന എല്ലാ സൗകര്യങ്ങളും സ്വന്തം വീട്ടിൽ അറേഞ്ച് ചെയ്തുകൊണ്ട് ആ വീടിൻ്റെ ഫെമിലിയർ ആയിട്ടുള്ള എൻവയൺമെൻറ്റിൽ അവിടുത്തെ നെയ്ബേഴ്സും അവിടുത്തെ കമ്മ്യൂണിറ്റി ലൈഫും എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ അവരുടെ ശിഷ്ടകാലം സ്പെൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ ഇതുവഴി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ AIP എന്നുള്ള കൺസെപ്റ്റ്, ഏജിങ് ഇൻ പ്ലേസ് എന്നുള്ള കൺസെപ്റ്റ് വഴി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ. ഓൾഡ് ഏജ് നമ്മൾ ഇടയ്ക്ക് പറയേണ്ട കാര്യമില്ല. ആക്ച്വലി റിട്ടയർഡ് എംപ്ലോയീസ് പ്രധാനമായിട്ടും അവരുടെ ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്? റിട്ടയർഡ് ആളുകളുടെ ഇടയ്ക്കുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് അവരുടെ മൊബിലിറ്റി അല്ലെങ്കിൽ അവരുടെ മസിൽ സ്ട്രെങ്ത് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിൽ അവർ എൻഗേജ്ഡ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, പ്രത്യേകിച്ച് നാട്ടിൻപുറത്തുള്ള പ്രായമുള്ളവർ കുറച്ചുകൂടെ ആക്റ്റീവ് അല്ലെങ്കിൽ അവരുടെ കുറച്ചുകൂടെ ഹെൽത്തിയാണ്.
കാരണം അവരുടെ കോമ്പൗണ്ടോ അവരുടെ സറൗണ്ടിങ് ഏരിയയിൽ ഫുള്ളി ഇൻവോൾവ് ആയിരിക്കും. പക്ഷേ സിറ്റിയിലുള്ള റിട്ടയർഡ് ആൾക്കാരുടെ ഒരു പ്രശ്നം, അവർ അതുപോലുള്ള ഒരു ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് പെട്ടെന്ന് അഫക്റ്റഡ് ആവുന്നുണ്ട്. അപ്പോൾ ഫിസിക്കലി ആക്റ്റീവ് ആയിരിക്കുക എന്നുള്ളൊരു പ്രശ്നം, ഒരു കാര്യമുണ്ട്. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഹെൽത്ത് റിലേറ്റഡ് ഫുഡിൻ്റെ ഈറ്റിംഗ് ഹാബിറ്റ്സിലും കുറേ ചേഞ്ചസ് വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പം ഹെൽത്തി ഫുഡ് കഴിക്കുക, പ്രത്യേകിച്ച് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതും, അതുപോലെ ഈ പുതിയതായിട്ട് ഇപ്പോൾ നമുക്ക് റൈസിന് പകരം മില്ലറ്റ്സ് ഒക്കെ പലരും ഉപയോഗിക്കുന്നുണ്ട്. മില്ലറ്റ്സ് തന്നെ പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ ചിലത് നമ്മൾ കിഡ്നി ഫ്രണ്ട്ലി ആയിട്ടോ അല്ലെങ്കിൽ ഓക്സിലേറ്റ് കണ്ടൻറ്റ് കുറവുള്ള മില്ലറ്റ്സ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ ഈറ്റിംഗ് ഹാബിറ്റ്സിൽ ചില ചേഞ്ചസ് വരുത്തേണ്ടതായിട്ടുണ്ട്. പിന്നെ അവരുടെ സോഷ്യലി കണക്റ്റഡ് ആയിരിക്കണം എന്നുള്ളതാണ്. മെൻ്റലിയും കൂടെ ആക്റ്റീവ് ആണെങ്കിൽ മാത്രം, ഫിസിക്കലി ആക്റ്റീവ് ആയിരുന്നാൽ മാത്രം പോരാ, മെൻ്റലി ആക്റ്റീവ് ആയിരിക്കണം. അവർക്ക് എപ്പോഴും സംസാരിക്കാൻ ആൾക്കാർ വേണം, സോഷ്യൽ നെറ്റ്വർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. ഇതുപോലുള്ള കൺസേൺസ് ആണ് നമ്മൾ ഈ CLS അറ്റ് ഹോം അല്ലെങ്കിൽ കണക്റ്റഡ് ലിവിങ് സർവീസസ് അറ്റ് ഹോം എന്നുള്ള കൺസെപ്റ്റ് കൊണ്ട് പദ്ധതി കൊണ്ട് നമ്മൾ തുടക്കം കൊടുക്കണം.